നീ മോഹനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞോളാം. ഭാര്യ എവിടെയെങ്കിലും പോകുമ്പോ ഈ ഭർത്താവിനോട് പറയുന്ന നിർബന്ധമുണ്ടോ അമ്മ? അല്ല, നിർബന്ധമൊന്നുമില്ല. എവിടെയാണ് പോണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കൊരു സമാധാനം. എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വന്നിട്ട് പറയാം. എവിടേക്കാ പോണത് വരുന്നത് എന്നൊന്നും ആരും അറിയണ്ടേ? നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഇല്ലമ്മ. നിനക്ക് കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം പോയി ചൂടാക്ക്. എനിക്കൊന്ന് കുളിക്കണം. ഈ സമയത്ത് അമ്മ വിളിക്കണേ? ഹലോ എടാ, നിന്റെ ഭാര്യ അമ്പലിന്റെ കൂടെ ബൈക്കിൽ കയറി പോയി. ബൈക്കിൽ കയറി പോയിന്നാ? എവിടെ പോയിന്ന്? എവിടെ പോയിന്ന് എനിക്കറിയില്ല. എവിടെ പോണെന്ന് വെച്ചപ്പോ വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. നിന്നെ എങ്ങനെ വിളിച്ചായിരുന്നാ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് നിന്നോട് പറഞ്ഞില്ലേന്ന്. അപ്പൊ പറഞ്ഞ നിന്നോട് വിളിച്ച് പറഞ്ഞോളാന്ന്. ശരി, അമ്മ വെച്ചോ, ഞാൻ വിളിക്കാം. ശരിയടാ. മോനെണ്ണ നമ്മളിങ്ങോട്ട് ഇറങ്ങിയത് അമ്മ വിളിച്ച് പറഞ്ഞാണ്. ചേട്ടാ, ഈ പെരിങ്ങല ഭാഗത്ത് ലെറ്റർ ഒക്കെ കൊടുക്കണതായിരുന്നു. അത് മദനാണല്ലോ. പുള്ളിനൊന്ന് കാണാൻ പറ്റുമോ? പുള്ളി എത്താറായിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ എത്തും. എന്തായിരുന്നു കാര്യം? പുള്ളിയോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഇവളുടെ പേരിൽ എന്തെങ്കിലും ഒരു ലെറ്റർ അങ്ങനെ ഈ അടുത്ത് വന്നിരുന്നു അറിയാനാ. പേരെന്തായിരുന്നു? ദേ മദൻ ചേട്ടൻ എത്തിയല്ല. ഞാൻ മദനേട്ടാ, ചേട്ടനെ കാണാൻ വേണ്ടി വന്ന. എന്താ കാര്യം? മദൻ, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. എന്റെ പേരിൽ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അല്ലെങ്കിൽ സെലക്ഷൻ മെമ്മോയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ അഡ്രസ്സിലെത്തിക്കും. നിങ്ങൾ അഡ്രസ്സിൽ എത്തിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരുടെ കയ്യിലോ ഏൽപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. ചേട്ടാ, ഇവളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ചേട്ടൻ എങ്ങനെ മനസ്സിലായി ഇവളുടെ അഡ്രസ്സിൽ വേറെ ലെറ്ററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന്? മിസ്റ്റർ, കഴിഞ്ഞ ദിവസം ഇവർ എന്നെ വന്ന് കണ്ടിരുന്നു. ആവണി എന്നാണ് ഇവരുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മദനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് അവരുടെ പേര് മനസ്സിലായി. അഡ്രസ്സ് എനിക്കറിയില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു രജിസ്റ്റർ എടുത്ത് ഞാൻ ഒരിടത്തും കൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മനസ്സിലായോ? സോറി ഏട്ടാ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ. കത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അത് അന്വേഷിച്ച് വരണമെന്നില്ല. വാ. സന്തോഷം. കത്തുകൾ കഴിയുന്നതും അതാത് ആളുകളുടെ തന്നെ ഏൽപ്പിക്കുക. രജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും വീട്ടുകാരെ പോലും ഏൽപ്പിക്കണ്ട. ഇല്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സന്തോഷം. ഓക്കെ.